ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് SSLC കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് എക്സർസൈസ് ക്വസ്റ്റ്യൻസും ഇതേ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എക്സാമിൻ ദ ഡാറ്റ ഗിവൺ ഇൻ ദ ടേബിൾ. ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ദ ഗ്യാസ് ആർ കെപ്റ്റ് കോൺസ്റ്റന്റ്. പ്രഷർ ആൻഡ് വോളിയം അത് രണ്ടും വെച്ച് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് P into V. Which is the gas law related to this? ചോദ്യം നമുക്ക് മലയാളത്തിൽ ഒന്ന് വായിക്കാം. താഴെയുള്ള പട്ടികയിൽ തന്നിരിക്കുന്ന വിവരങ്ങൾ പരിശോധിക്കുക. വാതകത്തിന്റെ താപനിലയും തന്മാത്രകളുടെ എണ്ണവും സ്ഥിരമാണ്. ഒരു ടേബിൾ ഇവിടെ തന്നിട്ടുണ്ട്. 1 അറ്റ്മോസ്ഫറിക് പ്രഷറാണ്, 8 ലിറ്റർ ആണ് വോളിയം. 2 അറ്റ്മോസ്ഫറിക് പ്രഷർ ആവുമ്പോൾ 4 ലിറ്റർ, 4 ATM ആവുമ്പോൾ 2 ലിറ്റർ അങ്ങനെ തന്നിട്ടുണ്ട്. P ഗുണനം V എത്രയെന്ന് കണക്കാക്കുക. അതായത് Pയും Vയും തമ്മിൽ ഗുണിച്ച് ഇവിടെ എഴുതണം. അപ്പോൾ ഇവിടെ ആൻസർ എഴുതുമ്പോൾ ഈ ടേബിൾ വരച്ച് P into V എന്ന ഒരു കോളം കൂടി ഇവിടെ ആഡ് ചെയ്താൽ മതി. P into V എത്രയായിരിക്കും? 1 into 8 അല്ലേ? 1 ആണ് ഇവിടെ 8. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടും. ഇനി അടുത്തത് 2 into 4 അതും 8. 4 into 2 അതും 8. അതായത് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് വാതകത്തിന്റെ താപനില ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോളിക്യൂൾസും കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുമ്പോൾ പ്രഷർ ഇൻറ്റു വോളിയം ഈസ് ഓൾസോ എ കോൺസ്റ്റന്റ്. കണ്ടോ, ഒരേ വാല്യൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോയിൽസ് ലോ. ബോയിൽസ് ലോയിലാണ് നമ്മൾ പഠിക്കുന്നത് P into V ഈസ് എ കോൺസ്റ്റന്റ്. നമ്മൾ പഠിച്ച വാതക നിയമങ്ങളാണിത്. ഈ ചാപ്റ്ററിന്റെ തിയറി പോർഷൻസ് നമ്മൾ ഇതിന് തൊട്ട് മുമ്പുള്ള ഇതേ പ്ലേലിസ്റ്റിൽ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പഠിച്ചായിരുന്നു. അവിടെ നമ്മൾ പഠിച്ച കാര്യമാണിത്. ബോയിൽസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ വോളിയം വെൻ ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് P into V ഈസ് എ കോൺസ്റ്റന്റ്. ഇത് നമ്മൾ ഇതിന് തൊട്ട് മുൻപ് ഉള്ള വീഡിയോയിൽ പഠിച്ചതാണ്. Analyze the situations given below and explain the gas law associated with it. A balloon is being inflated. When an inflated balloon is immersed in water, its size decreases. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന സാഹചര്യങ്ങൾ വിശകലനം ചെയ്ത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വിശദീകരിക്കുക. വായു നിറച്ച ബലൂൺ ജലത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിന്റെ വലിപ്പം കുറയുന്നു. അതിന്റെ കാരണം എന്താ? നമ്മൾ അക്വേറിയത്തിന്റെ കേസ് ഇതിന് തൊട്ട് മുൻപത്തെ വീഡിയോയിൽ പഠിച്ചതാണ്. അതായത് അക്വേറിയത്തിന്റെ അടിയിലോട്ട് എത്തുന്തോറും ജലം കാരണമുള്ള പ്രഷർ കൂടി വരുന്നു. അത് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചതാണ്. താഴോട്ട് പോകുന്തോറും വെള്ളം കാരണം ഉണ്ടാകുന്ന പ്രഷർ കൂടിയാണ് വരുന്നത് എന്ന് പറയുന്ന പോലെ ബലൂൺ നമ്മൾ താഴോട്ട് താഴ്ത്തുമ്പോൾ വാട്ടർ കാരണം ഉണ്ടാകുന്ന പ്രഷർ കൂടും. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. അതേതാണ് ലോ? ബോയിൽസ് ലോ. നമ്മൾ ഇതിന് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കിയായിരുന്നു. പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, അതാണ് ബോയിൽസ് ലോ. അതുകൊണ്ട് അത് ബോയിൽസ് ലോയുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ബോയിൽസ് ലോ ആണ്. ഇനി ബലൂൺ ഊതി വീർപ്പിക്കുന്നു. അതായത് അവിടെ വോളിയം കൂടുന്നു. വോളിയം കൂടുന്നതിനനുസരിച്ച് ഊതി വീർപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ എയർ മോളിക്യൂൾസ് ആണ് നമ്മൾ അങ്ങോട്ട് ബലൂണിന്റെ അകത്തേക്ക് കയറ്റി വിടുന്നത്. അപ്പം വോളിയം കൂടുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുന്നു എന്ന് പറഞ്ഞാൽ അത് അവഗാഡ്രോസ് ലോ ആണ്. അവഗാഡ്രോ ലോ. Certain data regarding various gases kept under the same conditions of temperature and pressure are given below. Complete the table. Which gas law is applicable here? ഒരേ താപനിലയിലും മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന വ്യത്യസ്ത വാതകങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ ചുവടെ തരുന്നു. അതായത് ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണ്. ഇനി ഇവിടെ തന്നിരിക്കുന്നത് വോളിയമാണ്, വ്യാപ്തം തന്നിട്ടുണ്ട്, മോളിക്യൂൾസിന്റെ എണ്ണവും തന്നിട്ടുണ്ട്, തന്മാത്രകളുടെ എണ്ണവും തന്നിട്ടുണ്ട്. അപ്പോൾ വോളിയവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം നമ്മൾ പഠിക്കുന്നത് അവഗാഡ്രോസ് ലോയിനാണ് അല്ലെ? വോളിയം കൂടുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടും. ഇത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പഠിച്ചതാണ്. അതായത് V/N ഈസ് എ കോൺസ്റ്റന്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇതാണ് അവഗാഡ്രോസ് ലോ. ഇത് നമ്മൾ പഠിച്ചതാണ്. അപ്പം പട്ടിക പൂർത്തിയാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെയ്യാം. ഇവിടെ ഏത് വാതക നിയമമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? അതാണ് അവഗാഡ്രോസ് ലോ. ഇനി ഇവിടെ നൈട്രജൻ
ഏത് വാതകമാണോ പേര് നമുക്ക് അത്ര പ്രസക്തിയില്ല. കാരണം എല്ലാ മോളിക്യൂൾസിനും ഇത് ബാധകമാണ്. എല്ലാ എലമെന്റ്സിനും എല്ലാ ഗ്യാസസിനും ഒരുപോലെ ബാധകമായ ഒരു നിയമമാണ് അവഗാഡ്രോസ് ലോ. അപ്പൊ 10 ലിറ്ററിൽ ഉള്ളപ്പം എക്സ് മോളിക്യൂൾസ് ഉണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു. 10 ലിറ്ററിനകത്ത് എക്സ് മോളിക്യൂൾസ് ആണ്. അപ്പൊ 5 ലിറ്ററിനകത്ത് എത്രയായിരിക്കും? ഇവിടെ വോളിയം പകുതിയായി അല്ലെ, 10ൽ നിന്ന് 5 ആയി. വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റേത് കൂടും, ഒന്ന് കുറയുമ്പോൾ മറ്റേത് കുറയും. ഇവിടെ വോളിയം കുറഞ്ഞു, പകുതിയായി. അപ്പം തന്മാത്രകളുടെ എണ്ണവും പകുതിയാവും. എക്സിന്റെ പകുതി x/2 ആകും. ഇനി ഇവിടെ അമോണിയ 10 ലിറ്റർ എടുത്തു. 10 ലിറ്ററിനകത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? എക്സ്. അപ്പൊ 10 ലിറ്റർ അമോണിയ എടുത്താൽ അതിനകത്ത് എക്സ് അമോണിയ മോളിക്യൂൾസ് ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ ആൻസർ എക്സ് തന്നെയാണ്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ്, ഇവിടുത്തെ പേര് നമുക്ക് അത്രയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസും എല്ലാ ഗ്യാസസിനും ഒരുപോലെയാണ് ബാധകമാവുന്നത്, തമ്മിലുള്ള റിലേഷൻ. അപ്പൊ ഇവിടെ 2x മോളിക്യൂൾസ് ഉണ്ട്. അപ്പൊ എക്സ് മോളിക്യൂൾസ് ഉള്ളപ്പോൾ അത് 10 ലിറ്റർ ആണ്. അപ്പൊ അതിന്റെ ഇരട്ടി 2x മോളിക്യൂൾസ് ഉള്ളപ്പോൾ 10ന്റെ ഇരട്ടി 20 ലിറ്ററിനകത്താണ് 2x മോളിക്യൂൾസ് ഉണ്ടാവുക. അങ്ങനെ നമ്മൾ ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് 112 ലിറ്റർ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് kept at STP. Molecular mass 44. How many molecules of carbon dioxide are present in it? STPയിൽ സ്ഥിതി ചെയ്യുന്ന 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിന്റെ മാസ് കണക്കാക്കുക. മോളിക്കുലർ മാസ് 44 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അഥവാ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ പോലും നമുക്ക് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ പറ്റിയിരിക്കണം. കാർബൺ എന്ന് പറയുന്നത് 12, ഓക്സിജൻ O2 ആണ്, അപ്പൊ 32. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 44 എന്ന് കിട്ടും മോളിക്കുലർ മാസ്. കാർബണിന്റെ മാസ് 12, 2 ഓക്സിജൻ എന്ന് പറയുമ്പോൾ 16 × 2 32. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 44 എന്ന് കിട്ടും. അപ്പൊ ക്വസ്റ്റ്യനിൽ ഇവിടെ തന്നിട്ടുണ്ട് മോളിക്കുലർ മാസ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത്രയും കാർബൺ ഡയോക്സൈഡിലെ തന്മാത്രകളുടെ എണ്ണം എത്ര, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിന് തൊട്ടുമുമ്പുള്ള വീഡിയോയിൽ തിയറി പഠിച്ചപ്പോൾ പഠിച്ചതാണ് എന്താണ് മോളാർ വോളിയം. 22.4 ലിറ്ററിന് പറയുന്നതാണ് മോളാർ വോളിയം. അതായത് 1 മോൾ ഓഫ് ഗ്യാസ് അറ്റ് STP will occupy 22.4 ലിറ്റർ. 22.4 ലിറ്റർ കാർബൺ ഡയോക്സൈഡിൽ 1 മോൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ട് അല്ലെ? അങ്ങനെയാണ് അറ്റ് STP. ഇവിടെ STP എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 22.4 ലിറ്ററിന്റെ മാസ്, 22.4 ലിറ്ററിന്റെ മാസാണ് മോളിക്കുലർ മാസ് 44. 22.4ന്റെ മാസാണ് 44. അപ്പൊ 112 ലിറ്ററിന്റെ എത്രയാണെന്ന് നമുക്കിപ്പോ കണ്ടുപിടിക്കണം. കാരണം 112 ലിറ്ററിനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 22.4 ലിറ്ററിനെ 4 എന്നുള്ള ഈ നമ്പറിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 112 കിട്ടുന്നത് എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. തമ്മിൽ ബന്ധമുണ്ടല്ലോ. ഇത് കണ്ടോ, 224, അതിന്റെ ഹാഫ് അല്ലേ ഇവിടെ കിടക്കുന്നത്, 112 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 22.4 × 10/2. കാരണം ഈ പോയിന്റ് എനിക്ക് ഇവിടുന്ന് കളയണം. ഇവിടെ നോക്കിയേ 112, ഇവിടെ ഡെസിമൽ പോയിന്റ് ഇല്ല. അപ്പൊ ആ പോയിന്റ് കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. എന്നിട്ട് 2 കൊണ്ട് എന്തിനാ ഡിവൈഡ് ചെയ്തത്? 224 അതിന്റെ പകുതിയാണ് 112. അതായത് 2 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. അപ്പൊ 22.4 ഇനി 10/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 അല്ലേ? അപ്പൊ 22.4 × 5 ആണ് എന്ത്, 112 ലിറ്റർ എന്ന് കിട്ടുന്നത്. അതായത് ഈ നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ ആണ് ഞാൻ പറഞ്ഞത്. വേറൊരു തരത്തിൽ പറഞ്ഞാല് 112/22.4 ആണ് 5 എന്ന് വരുന്നത്. ഇനി 22.4 ലിറ്റർ എന്ന് പറഞ്ഞാൽ 44 ഗ്രാം ആണ് എന്ത് മാസ് വരുന്നത്, 44 ഗ്രാം. അപ്പോ 112 ലിറ്റർ എന്ന് പറയുമ്പോൾ 44 × 5. ഈ 5 എവിടുന്നാ കിട്ടിയത്? ഇവിടെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 5 എന്ന് വന്നില്ലായിരുന്നോ? ആ 5 ആണ് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എടുത്തത്. അപ്പൊ 44 × 5 ചെയ്യണം. അപ്പൊ നമുക്ക് 220 ഗ്രാം എന്ന് കിട്ടും. അപ്പൊ ഇതാണ് ആൻസർ. ഇതാണ് ചോദിച്ചത്, കാർബൺ ഡയോക്സൈഡ് വാതകത്തിന്റെ മാസ് കണക്കാക്കുക. അപ്പൊ 220 ഗ്രാം ആണ് ആൻസർ. ഇത് വേറൊരു രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. 22.4 ലിറ്റർ, 22.4 ലിറ്ററിൽ 44 ഗ്രാം അല്ലേ? അപ്പൊ 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ഗ്രാം? 44/22.4.
ഇനി 112 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 44/22.4. ഇത് ഇവിടെ നിന്നാണ് ഞാൻ എടുത്തത്. 44/22.4 ഇൻറ്റു 112. 10 പേനയ്ക്ക് 100 രൂപ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ 5 പേനയ്ക്ക് എത്രയാന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 10 പേനയ്ക്ക് 100 രൂപ. അപ്പോ ഒരു പേനയ്ക്ക് എത്രയാ? 100/10. അപ്പോ 5 പേനയ്ക്ക് 100/10 ഇൻറ്റു 5 ഇങ്ങനെ എടുക്കുമല്ലോ. ഇതേ രീതിയിൽ ഈ ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ ചെയ്തെടുക്കാം. ഈ രീതിയിൽ ലോജിക്കായിട്ട് ചിന്തിച്ചെടുക്കാം. അത് തന്നെയാണ് ഇവിടെയും ചെയ്തത്. ഡിവൈഡ് ചെയ്ത നമ്പറിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ 44 മോളിക്കുലർ മാസിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ കിട്ടുന്നത് എത്രയാണോ അത്രയും ഗ്രാം ആയിരിക്കും അതിന്റെ മാസ്. ഇനി ഇത്രയും കാർബൺ ഡൈ ഓക്സൈഡിലെ തന്മാത്രകളുടെ എണ്ണം എത്ര? അതായത് 22.4 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോൾ അല്ലേ? 22.4 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോൾ. 1 മോൾ കണ്ടെയ്ൻസ് അവഗാഡ്രോ നമ്പർ. അത് നമ്മൾ വീഡിയോയിൽ പഠിച്ചായിരുന്നു. അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് 22.4 ലിറ്ററിൽ ഉള്ളത്. ഇനി 112 ലിറ്റർ എന്ന് പറയുമ്പോൾ അതിന്റെ 5 ടൈംസ് ആണ് അല്ലേ? നമ്മളിപ്പോ പഠിച്ചല്ലോ, ചെയ്ത് നോക്കിയപ്പോൾ 5 അല്ലേ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയത്. അതായത് ഇതിന്റെ 5 ടൈംസ് ആണ് വോളിയം എന്ന് പറയുമ്പോൾ 5 ടൈംസ് അവഗാഡ്രോ നമ്പർ. ഇതായിരിക്കും നമ്പർ ഓഫ് മോളിക്യൂൾസ് അതിനകത്തുള്ളത്. അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 6.022 ഇൻറ്റു 10⁻23. ഇത്രയും ഇൻറ്റു 5. ഇതായിരിക്കും നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദാറ്റ് സാമ്പിൾ. അപ്പം ഈ 5 എവിടുന്നാണ് കിട്ടിയത്? നമ്മൾ 112നെ 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയതാണ് ഈ 5. പിന്നെ ഇതാണ് അവഗാഡ്രോ നമ്പർ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. ഇനി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് 170 gram of ammonia at STP. Molecular mass 17. STPയിൽ സ്ഥിതി ചെയ്യുന്ന 170 ഗ്രാം അമോണിയ വാതകത്തിന്റെ വ്യാപ്തം കണക്കാക്കുക. മോളിക്കുലാർ മാസ് 17 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അമോണിയ 17 ഗ്രാം എടുത്തെന്ന് വിചാരിച്ചു. അതായത് 17 ആണ് മോളിക്കുലാർ മാസ്. 17 ഗ്രാം അമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വോളിയം 22.4 ലിറ്റർ ആയിരിക്കും. ഇതാണ് മോളാർ വോളിയം എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ പഠിച്ചത്. തിയറി പഠിച്ചപ്പോൾ പഠിച്ച കാര്യമാണ്. 1 മോളിന്റെ വെയിറ്റ് ആണിത്, മാസാണിത് 17 ഗ്രാം. 1 മോൾ വിൽ ഓക്യുപ്പൈ 22.4 ലിറ്റർ അറ്റ് STP. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് 170 ഗ്രാം ആണ് അല്ലെ? 170 ഗ്രാം മീൻസ് 17 ഇൻറ്റു 10 ആണ്. 17 ഇൻറ്റു 10 അല്ലേ 170? ദാറ്റ് മീൻസ് 22.4 ഇൻറ്റു 10 ലിറ്റേഴ്സ് വോളിയം അത് ഓക്യുപ്പൈ ചെയ്യും. അപ്പൊ ഇതിനെ ഇൻറ്റു 10 ചെയ്യുമ്പോൾ ഒരു 0 ആണ് ഇവിടെ ഉള്ളത്. ഈ ഡെസിമൽ പോയിന്റ് 1 പോയിന്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് 224 ലിറ്റേഴ്സ് ആണ് വോളിയം ഓഫ് 170 ഗ്രാം അമോണിയ. ഇനി അമോണിയയുടെ മോളിക്കുലർ മാസ് ഇവിടെ തന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇനി അഥവാ തന്നിട്ടില്ലെങ്കിൽ പോലും നമ്മളത് കണ്ടുപിടിക്കണം. നൈട്രജന്റെ മാസ് 14. പിന്നെ NH3 ആണല്ലോ അമോണിയ എന്ന് പറഞ്ഞാൽ 3 ഹൈഡ്രജൻ, അതായത് 3 × 1 3. ഇത് ആഡ് ചെയ്യുമ്പോൾ 17 എന്ന് കിട്ടും. ഈ രീതിയിലും കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. ഇതാണ് 6th question. Find out the number of moles of molecules present in the sample given below. GMM of nitrogen 28 gram, H2O 18 gram, 56 gram nitrogen and 90 gram water. താഴെ തന്നിരിക്കുന്നവയിൽ എത്ര മോൾ തന്മാത്രകൾ ഉണ്ടെന്ന് കണ്ടെത്തുക. GMM തന്നിട്ടുണ്ട്, ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് നൈട്രജൻ 28, വാട്ടർ 18. ഇത് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ തന്നിരിക്കുന്നത് എത്രയാ? 56 ഗ്രാം നൈട്രജൻ. ഇവിടെ ഗ്രാം മോളിക്കുലർ മാസ് GMM എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മോളിന്റെ മാസ് ആണ്. 1 മോൾ നൈട്രജന്റെ മാസ് 1 മോൾ നൈട്രജൻ എന്ന് പറഞ്ഞാൽ അത് 28 ഗ്രാം ആണ്. 1 മോൾ നൈട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 ഗ്രാം ആണ്. അതാണ് GMM എന്ന് പറഞ്ഞ ഇവിടെ തന്നിരിക്കുന്നതിന്റെ മീനിങ്. അതായത് ഇതിന്റെ ഗ്രാം മോളിക്കുലർ മാസ് ആണത്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് 58 ഗ്രാം. 58 ഗ്രാം ഉണ്ടെങ്കിൽ
അത് എത്രയായിരിക്കും, എത്ര മോൾ ആയിരിക്കും എന്ന് കണ്ടുപിടിക്കണം. 28 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 മോൾ. അപ്പോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 56 എന്നാണ്. 56 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28ന്റെ എത്ര ടൈംസ് ആണ് 56? 2 ടൈംസ് ആണ് അല്ലെ. 28 into 2 ആണ് 56. അതുകൊണ്ട് 28ല് 1 മോൾ, അപ്പൊ 56ല് 2 മോൾ നൈട്രജൻ ഉണ്ടായിരിക്കും. അപ്പൊ ഇതാണ് ആൻസർ. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് 90 ഗ്രാം H2O. ഇനി H2Oയുടെ മോളിക്കുലർ മാസ് ഇവിടെ തന്നിട്ടുണ്ട് 18 ഗ്രാം H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 മോൾ ആണ്. 18 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോൾ ആണ്. അപ്പൊ 18 into 5 ആണ് 90 അല്ലെ. അതുകൊണ്ട് 90 ഗ്രാം H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 5 മോൾസ് ആണ്. മനസ്സിലായല്ലോ. 18 into 5 ആണ് 90. അപ്പം വേറൊരു രീതി ഇങ്ങനെ ചെയ്താൽ മതി. 90 by 18 5 എന്ന് കിട്ടും. ഇവിടെയാണെങ്കിൽ 56 by 28 അങ്ങനെയാണ് 2 എന്ന് കിട്ടുന്നത്. നല്ല ലോജിക്കലായിട്ട് ചിന്തിച്ച് നമുക്കത് ചെയ്യാം. The molecular mass of ammonia is 17. How much is the GMM of ammonia? Find out the number of moles of molecules present in 170 gram of ammonia. Calculate the number of ammonia molecules present in the above sample of ammonia. അമോണിയയുടെ മോളിക്കുലർ മാസ് 17 ആണ്. അമോണിയയുടെ GMM എത്രയാണ്, ഗ്രാം മോളിക്കുലർ മാസ് എത്രയാണെന്ന ചോദ്യം. അതായത് അമോണിയ NH3 അതിന്റെ GMM എന്ന് പറയുന്നത് മോളിക്കുലർ മാസ് 17 ആയതുകൊണ്ട് GMM 17 ഗ്രാം ആയിരിക്കും. അത്രയും സിമ്പിൾ ആണ് ആൻസർ. ഇനി 170 ഗ്രാം അമോണിയയിൽ എത്ര മോൾ തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു? ഇനി 17 ഗ്രാം ആണ് GMM എന്ന് പറഞ്ഞു. അതായത് 17 ഗ്രാമിനകത്ത് എത്ര മോളുണ്ട്? 1 മോൾ ഉണ്ട്. 17 ഗ്രാം GMM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 ഗ്രാമിനകത്ത് 1 മോൾ അമോണിയ ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ 170 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഇവിടെ നമ്മൾ 17നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോ 1 into 10 10 മോൾസ്. അതായത് 170 by 17 അതാണ് 10 നമുക്ക് കിട്ടിയത്. ഇനി സി പാർട്ടിൽ എന്താ ക്വസ്റ്റ്യൻ? ഇത്രയും അമോണിയയിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം കണക്കാക്കുക. 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ ഇവിടെ 10 മോൾസ് അല്ലേ. 10 മോൾ അതിനകത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? 10 into അവഗാഡ്രോ നമ്പർ, അത്രയും മോളിക്യൂൾസ് ഉണ്ടാവും. ഇനി എന്താണ് അവഗാഡ്രോ നമ്പർ എന്ന് കൂടി എഴുതണം. 6.022 into 10⁻23 ഇത്രയും മോളിക്യൂൾസ് 170 ഗ്രാം അമോണിയയിൽ ഉണ്ടായിരിക്കും. The molecular mass of oxygen is 32. What is the GMM of O2? How many moles of molecules are there in 64 gram of oxygen? How many molecules are there in it? Calculate the number of oxygen atoms present in 64 gram of oxygen. ഓക്സിജന്റെ മോളിക്കുലർ മാസ് 32 ആണ്. ഓക്സിജന്റെ ഗ്രാം മോളിക്കുലർ മാസ് എത്ര? അപ്പോൾ GMM എന്ന് പറയുന്നത് മോളിക്കുലർ മാസ് എത്രയാ? 32 എന്ന് പറഞ്ഞാൽ 32 ഗ്രാം. ഇതാണ് GMM. ഇനി 64 ഗ്രാം ഓക്സിജനിൽ എത്ര മോൾ തന്മാത്രകളുണ്ട്? അപ്പൊ 32 ആണ് GMM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 മോൾ ആണ്. 32 ഗ്രാം ഈസ് 1 മോൾ. അപ്പൊ 64 ഗ്രാം എത്രയായിരിക്കും? 64 എന്ന് എങ്ങനെ കിട്ടിയ? 32 into 2 അല്ലേ. അതായത് 64 by 32 2 എന്ന് വരുമല്ലോ. അപ്പൊ 2 മോൾ ആണ് 64 ഗ്രാം ഓക്സിജനില് ഉണ്ടായിരിക്കുക. ഇനി 2 മോൾ ആണ് 64 ഗ്രാമിലുള്ളതെന്ന് മനസ്സിലായി. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ? ഇതിൽ എത്ര തന്മാത്രകളുണ്ട്, എത്ര മോളിക്യൂൾസ് ഉണ്ട്? ഓക്സിജൻ എന്ന് പറഞ്ഞ് ഇവിടെ തന്നിരിക്കുന്നത് തന്നെ O2 എന്നല്ലേ. അപ്പോൾ ഇതിനകത്ത് 2 മോൾ 1 മോൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണുള്ളത് അല്ലെ 1 മോളിനകത്ത്. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ വന്നത് 2 മോൾ എന്നാണ്. അപ്പൊ 2 മോൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? 2 ടൈംസ് അവഗാഡ്രോ നമ്പർ, ഇത്രയും മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. അപ്പോ 2 into 6.022 into 10⁻23 ഇത്രയും ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. മോളിക്യൂൾസ് അത് ശ്രദ്ധിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 64 ഗ്രാം ഓക്സിജനിലുള്ള ആറ്റങ്ങളുടെ എണ്ണം കണക്കാക്കുക.
ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം O2 എന്ന് നമ്മൾ എഴുതുന്നത്. അതിന്റെ അർത്ഥം രണ്ട് ആറ്റംസ് ഓഫ് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്താണ് രണ്ട് ആറ്റംസ് ഓഫ് ഓക്സിജൻ കമ്പൈൻ ചെയ്യുന്നതാണ് ഒരു ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടാകുന്നത്. ഒരു ഓക്സിജൻ തന്മാത്രയിൽ രണ്ട് ഓക്സിജൻ ആറ്റങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ടോട്ടൽ നമുക്ക് ഇത്രയും മോളിക്യൂൾസ് ഉണ്ട് അല്ലേ? അതിനെ 2 കൊണ്ട് വീണ്ടും ഗുണിക്കണം. അപ്പൊ 2 ഇൻറ്റു 2 ടൈംസ് എന്നെ. ഇത് ഈ 2 ടൈംസ് എന്നെയാണ് എവിടുന്നാണ് കിട്ടിയത്? 2 മോളിനകത്ത് 2 ടൈംസ് അവഗാഡ്രോ നമ്പർ മോളിക്യൂൾസ് ഉണ്ട്. ഒരു മോളിക്യൂളിനകത്ത് 2 ആറ്റംസ് ഉണ്ട്. അതുകൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ചോദിക്കുമ്പോൾ 2 ടൈംസ് എന്നെ നമ്മൾ 2 കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. 2 ടൈംസ് എന്നെ ഇങ്ങനെ എഴുതി. അപ്പൊ 2 ഇൻറ്റു 2 4. പിന്നെ അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് 6.022 ഇൻറ്റു 10⁻23. അപ്പോൾ ഇത്രയും ആറ്റംസ് ഓഫ് ഓക്സിജൻ എന്തിലുണ്ടായിരിക്കും? 2 മോൾ ഓക്സിജനിലുണ്ടായിരിക്കും. 2 മോൾ ഓക്സിജനിനകത്ത് 2 ടൈംസ് എന്നെ 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ഇത്രയും മോളിക്യൂൾസ് ഉണ്ടായിരിക്കും, ഇത്രയും ആറ്റംസ് ഉണ്ടായിരിക്കും. ഇതിന്റെ ഡിഫറൻസിയേഷൻ കുട്ടികൾ നന്നായി മനസ്സിലാക്കണം. ടെക്സ്റ്റ് ബുക്കിലെ എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റീസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ മെനി ഗ്രാംസ് ഓഫ് കാർബൺ ആൻഡ് ഓക്സിജൻ ആർ റിക്വയർഡ് ടു ഗെറ്റ് ദ സെയിം നമ്പർ ഓഫ് ആറ്റംസ് ആസ് ഇൻ 1 gram ഓഫ് ഹീലിയം? 1 ഗ്രാം ഹീലിയത്തിൽ അടങ്ങിയിരിക്കുന്ന അതേ എണ്ണം ആറ്റം ലഭിക്കാൻ കാർബൺ, ഓക്സിജൻ എന്നിവ എത്ര ഗ്രാം വീതം എടുക്കണം? 1 ഗ്രാം ഹീലിയത്തിൽ എത്ര ആറ്റംസ് ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ഹീലിയത്തിന്റെ അറ്റോമിക് മാസ് 4 ആണെന്ന് നമുക്കറിയാം. ഹീലിയത്തിന്റെ അറ്റോമിക് മാസ് 4 ആണ്. അതായത് 4 ഗ്രാം ഹീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്. 4 ഗ്രാം ഹീലിയത്തിലെ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 1 ഗ്രാം ഹീലിയം എന്നാണ്. അപ്പൊ 1 ഗ്രാം ഹീലിയം എന്ന് പറയുമ്പോൾ അതില് അവഗാഡ്രോ നമ്പറിന്റെ 1/4 അത്രയും ആറ്റംസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അല്ലെ? 4 ഗ്രാമിനകത്ത് അവഗാഡ്രോ നമ്പർ. അപ്പൊ 1 ഗ്രാമിനകത്ത് അവഗാഡ്രോ നമ്പറിന്റെ 1/4 Na/4 അത്രയും ആറ്റംസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോ ഇനി നോക്കേണ്ടത് ഇത്രയും ആറ്റംസ് ഓഫ് കാർബൺ ആൻഡ് ഓക്സിജൻ കിട്ടണം. അതിന് എത്ര ഗ്രാം എടുക്കണം അത് ഓരോന്നും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കാർബണിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 12 ആണ്. അതായത് 12 ഗ്രാം കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ആണ്. 12 ഗ്രാം കാർബൺ എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. നമുക്ക് വേണ്ടത് അവഗാഡ്രോ നമ്പറിന്റെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത അത്രയും കാർബൺ ആറ്റംസ് കിട്ടണം അല്ലെ? അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് എടുത്തു കഴിഞ്ഞാൽ 12 ഗ്രാം ഉണ്ടാവും. അപ്പം അതിന്റെ 1/4 എടുത്തു കഴിഞ്ഞാൽ എത്ര ഗ്രാം ഉണ്ടാവും? 12/4. അതായത് 3 ഗ്രാം കാർബൺ ആണ് എടുക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് ഓക്സിജൻ ആണ്. ഓക്സിജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 ആണ്. അതായത് 16 ഗ്രാം ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടായിരിക്കും. 16 ഗ്രാം ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. നേരെ തിരിച്ചു പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഓക്സിജൻ എടുത്താൽ അത് 16 ഗ്രാം ആണ്. നമുക്ക് വേണ്ടത് അവഗാഡ്രോ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. അതായത് 1/4 ഓഫ് അവഗാഡ്രോ നമ്പർ അത്രയും ആറ്റംസ് ഓഫ് ഓക്സിജൻ ആണ് വേണ്ടത്. അപ്പോൾ എന്ത് വരും? 16/4. അതായത് 4 ഗ്രാം ഓക്സിജൻ എടുത്താൽ മതി. 4 ഗ്രാം ഓക്സിജനകത്ത് എത്രയുണ്ടാവും? Na/4 അത്രയും ആറ്റംസ് ഓഫ് ഓക്സിജൻ ഉണ്ടായിരിക്കും. Examine the samples given below. Arrange the samples in the increasing order of the number of molecules in each. What will be the ascending order of the number of atoms? What will be the mass of samples B, C and D? നൽകിയിരിക്കുന്ന സാമ്പിളുകൾ ശ്രദ്ധിക്കുക. 20 ഗ്രാം ഹീലിയം, STPയിൽ 44.8 ലിറ്റർ അമോണിയ, STPയിൽ 67.2 ലിറ്റർ നൈട്രജൻ, 1 മോൾ H2SO4, 180 ഗ്രാം ജലം. തന്നിരിക്കുന്ന സാമ്പിളുകളെ തന്മാത്രകളുടെ എണ്ണം കൂടി വരുന്ന രീതിയിൽ ക്രമീകരിക്കുക. അതായത് തന്മാത്രകളുടെ എണ്ണം, നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇനി ഓരോ സാമ്പിളിലെയും ആകെ ആറ്റങ്ങളുടെ എണ്ണത്തിൽ ആരോഹണ ക്രമം എന്തായിരിക്കും? അപ്പം ആറ്റങ്ങളുടെ എണ്ണവും ഈ ഓരോ സാമ്പിളിലും എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഇനി BCD എന്നിവയുടെ മാസ് എത്ര വീതമായിരിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം തന്മാത്രകൾ, മോളിക്യൂൾസ് എത്രയാണെന്ന് കാണണം, ആറ്റംസ് എത്രയാണെന്നും
കണ്ടുപിടിക്കണം ഈ തന്നിരിക്കുന്ന ഓരോ സാമ്പിളിലും. ആദ്യം നമുക്ക് 20 ഗ്രാം ഹീലിയം എടുക്കാം. ഹീലിയത്തിന്റെ HE എന്ന് പറയുന്നത് ഹീലിയത്തിന്റെ നെയിം, നമ്മൾ അങ്ങനെയല്ലേ എഴുതാറ്, HE. ഹീലിയത്തിന്റെ അറ്റോമിക് മാസ് 4 ആണ് അല്ലെ. അപ്പൊ 4 ഗ്രാം ഹീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോൾ ഹീലിയമാണ്. ഇനി ഹീലിയത്തിന്റെ മോളിക്യൂൾ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഹീലിയം മോളിക്യൂളിൽ ഒരൊറ്റ ആറ്റമേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പം 4 ഗ്രാം ഹീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോൾ ഹീലിയം മോളിക്യൂൾസുമാണ്, അതുപോലെ 1 മോൾ ഹീലിയം ആറ്റംസുമാണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. കാരണം ഹീലിയം HE എന്നാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. HE2 എന്നോ HE3 എന്നോ ഒന്നും അല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഓൺലി 1 ആറ്റം ഈസ് ദെയർ ഇൻ 1 ഹീലിയം മോളിക്യൂൾ. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് 20 ഗ്രാം ഹീലിയം എന്നാണ്. അപ്പൊ 20 ഗ്രാം ഹീലിയം എന്ന് പറഞ്ഞാൽ എത്ര മോൾസ് ആയിരിക്കും? 4 ഗ്രാം ഹീലിയം എന്ന് പറഞ്ഞാൽ 1 മോൾ. അപ്പൊ 20 ഗ്രാം എന്ന് പറഞ്ഞാൽ 4 into 5 അല്ലേ 20. സോ 5 മോൾ ഹീലിയം മോളിക്യൂൾസും ഹീലിയം ആറ്റംസും. 5 മോൾ ഹീലിയം മോളിക്യൂൾസ് 20 ഗ്രാമിലുണ്ട്, 5 മോൾ ഹീലിയം ആറ്റംസ് 20 ഗ്രാമിലുണ്ട്. ഇനി 1 മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മോൾ എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് അല്ലെ, അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അത് ഈ കേസിലെ നമ്പർ ഓഫ് മോളിക്യൂൾസും നമ്പർ ഓഫ് ആറ്റംസും സെയിം ആണ്. സോ 20 ഗ്രാം ഹീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ടൈംസ് അവഗാഡ്രോ നമ്പർ. ഇത്രയും എന്താണ് നമ്പർ ഓഫ് മോളിക്യൂൾസും നമ്പർ ഓഫ് ആറ്റംസും ഉണ്ടായിരിക്കും 20 ഗ്രാം ഹീലിയം എന്ന് പറയുന്നതിൽ. ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നുള്ളതിന് M ഞാൻ നോട്ടേറ്റ് ചെയ്യാണ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് 5 ടൈംസ് അവഗാഡ്രോ നമ്പർ. നമ്പർ ഓഫ് ആറ്റംസ്, ആറ്റങ്ങളുടെ എണ്ണത്തിന് A എന്ന് പറയുന്നതും 5 ടൈംസ് അവഗാഡ്രോ നമ്പർ ആണ്. ഇനി 44.8 ലിറ്റർ ഓഫ് അമോണിയ അറ്റ് STP അല്ലെ. അപ്പം 22.4 ആണെങ്കിലോ 22.4 ലിറ്റർ ഓഫ് അമോണിയ ആണെങ്കിൽ അത് 1 മോൾ ആണ് അല്ലെ. 22.4 ലിറ്റർ ഓഫ് അമോണിയ ഈസ് 1 മോൾ. ഇവിടെ 44.8 എന്നാണ് തന്നിരിക്കുന്നത്. 44.8 ലിറ്റർ അമോണിയ എന്ന് പറയുമ്പോൾ 22.4ന്റെ ഡബിൾ ആണ്. അതായത് 2 മോൾസ് ഓഫ് അമോണിയ ആണ് എന്ത് 44.8 ലിറ്ററിലുള്ളത്. ഇനി അമോണിയ എന്ന് പറയുന്നത് NH3 അല്ലെ. എത്ര ആറ്റംസ് ഉണ്ട്? നൈട്രജൻ ഒരെണ്ണം, ഹൈഡ്രജൻ 3 എണ്ണം. അതായത് 4 ആറ്റംസ് ആണ് ഉള്ളത് ഒരു മോളിക്യൂളിൽ. 4 ആറ്റംസ് ആണ് ഒരു മോളിക്യൂൾ ഓഫ് അമോണിയക്കകത്ത് ഉള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഈ തന്നിരിക്കുന്ന സാമ്പിളിനകത്ത് എന്തോരം മോളിക്യൂൾസ് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഇത് 2 മോൾസ് ഓഫ് അമോണിയ ആണ്. അതായത് 2 ടൈംസ് അവഗാഡ്രോ നമ്പർ. ഇത്രയും മോളിക്യൂൾസ് ഉണ്ടായിരിക്കും ഈ ഒരു സാമ്പിളിനകത്ത്, മോളിക്യൂൾസ്. ഇനി ആറ്റംസിന്റെ എണ്ണം ചോദിച്ചാലോ ഓരോ മോളിക്യൂളിലും 4 ആറ്റം വെച്ചുണ്ട്. ഓരോ മോളിക്യൂളിലും 4 ആറ്റംസ് വെച്ചുണ്ട്. അപ്പൊ 2 ടൈംസ് Na. ഇത്രയും മോളിക്യൂൾസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇതിനെ വീണ്ടും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നമ്പർ ഓഫ് ആറ്റംസ് കിട്ടണമെങ്കിൽ അല്ലെ. 2 ടൈംസ് Na. ഇത്രയും മോളിക്യൂൾസ് ഈ ഒരു സാമ്പിളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 ടൈംസ് Na 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം ഓരോ മോളിക്യൂളിലും 4 ആറ്റംസ് വീതമാണ്. അപ്പൊ 4 into 2 ടൈംസ് Na. ദാറ്റ് മീൻസ് 8 Na. ഇത്രയും ആയിരിക്കും നമ്പർ ഓഫ് ആറ്റംസ്. അപ്പൊ അത് നമുക്കിവിടെ എഴുതാം. അങ്ങനെ ഈ സാമ്പിളിന്റെ നമ്പർ ഓഫ് മോളിക്യൂൾസും നമ്പർ ഓഫ് ആറ്റംസും ഇവിടെ എഴുതി. ഇനി അടുത്തത് STPയിൽ 67.2 ലിറ്റർ ഓഫ് നൈട്രജൻ. അപ്പൊ 22.4 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് 1 മോൾ ആണ് അല്ലെ. 22.4. ഇനി ഇവിടെ തന്നിരിക്കുന്നത് 67.2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 22.4 into 3 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 67.2 എന്ന്. അതായത് 67.2 ലിറ്റർ നൈട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 22.4ന്റെ 3 ടൈംസ് എന്ന് പറയുമ്പോൾ ദിസ് ഇസ് സെയിം ആസ് 3 മോൾസ് അല്ലെ. 3 മോൾസ് ഓഫ് നൈട്രജൻ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 1 മോൾ നൈട്രജൻ എന്ന് പറയുമ്പം 1 മോൾ നൈട്രജനിൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. അപ്പൊ 3 മോൾസിനകത്തോ 3 മോൾസിനകത്ത് 3 ടൈംസ് അവഗാഡ്രോ നമ്പർ, ഇത്രയും മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഇനി 1 മോളിക്യൂൾ ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതും N2 എന്ന് അല്ലെ. ദാറ്റ് മീൻസ് 2 ആറ്റംസ് ആണ് ഒരു മോളിക്യൂളിനകത്തുള്ളത്. അപ്പൊ 3 ടൈംസ് അവഗാഡ്രോ നമ്പർ, ഇത്രയും മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അവിടെ എത്ര ആറ്റംസ് ഉണ്ടായിരിക്കും? 2 into 3 ടൈംസ് Na.
2 രണ്ട് ആറ്റം ആണ് ഒരു മോളിക്യൂളിലുള്ളത്. അപ്പോൾ ഇത്രയും മോളിക്യൂൾസിന് എത്ര ആറ്റംസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 2 ടൈംസ് ഈ നമ്പർ എടുക്കണം. സോ ദിസ് ഇസ് 6 ടൈംസ് Na. ഇത്രയും ആറ്റംസ് ആണ് ഈ ഒരു സാമ്പിളിൽ ഉള്ളത്. അത് നമുക്ക് അവിടെ എഴുതാം. അങ്ങനെ ഈ ഒരു സാമ്പിളിലെ നമ്പർ ഓഫ് മോളിക്യൂൾസും നമ്പർ ഓഫ് ആറ്റംസും ഇവിടെ എഴുതി. ഇനി അടുത്തത് 1 മോൾ സൾഫ്യൂറിക് ആസിഡ് അല്ലെങ്കിൽ H2SO4 ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോ 1 മോൾ എന്ന് ഡയറക്റ്റ് പറഞ്ഞതുകൊണ്ട് 1 മോളിനകത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ടായിരിക്കും? അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആ ഒരു സാമ്പിളിലുണ്ട് അല്ലേ? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈസി ആയിട്ട് കിട്ടി, കാരണം 1 മോൾ H2SO4 എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഇനി ഒരു മോളിക്യൂളിനകത്ത് എത്ര ആറ്റംസ് വരുന്നുണ്ടെന്ന് നോക്കണം. ഹൈഡ്രജൻ 2 എണ്ണം, സൾഫർ 1 എണ്ണം, ഓക്സിജൻ 4 എണ്ണം. ടോട്ടലി എത്ര എണ്ണം വരുന്നുണ്ട്? 7 ആറ്റംസ് ആണ് ഒരു മോളിക്യൂളിനകത്തുള്ളത്. അപ്പം അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസിനകത്ത് 7 ടൈംസ് അവഗാഡ്രോ നമ്പർ, ഇത്രയും ആറ്റംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം Na മോളിക്യൂൾസും 7 Na ആറ്റംസുമാണ് ഈ ഒരു സാമ്പിളിലുള്ളത്. അടുത്തത് 180 ഗ്രാം വാട്ടർ ആണ്. അപ്പൊ വാട്ടർ H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് മോളിക്കുലർ മാസ് എന്ന് നോക്കാം. ഹൈഡ്രജന്റെ 2 ഹൈഡ്രജൻ, അപ്പൊ 2. ഓക്സിജന്റെ മാസ് 16. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 18. അതായത് 18 ഗ്രാം H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 മോൾ ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 180 ഗ്രാം. 180 ഗ്രാം H2O എന്ന് പറഞ്ഞാൽ എത്ര മോൾസ് ആയിരിക്കും? 18 ഗ്രാം 1 മോൾ. ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണിത്. അപ്പൊ ഇതിനകത്ത് 10 മോൾസ് ഓഫ് H2O ഉണ്ട്. അതായത് ഒരു മോളിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പൊ 10 മോൾസിനകത്ത് 10 ടൈംസ് അവഗാഡ്രോ നമ്പർ. ഇത്രയും മോളിക്യൂൾസ് ഉണ്ട് ഈ ഒരു സാമ്പിളിനകത്ത്. ഇനി ഇതിനകത്ത് എത്ര ആറ്റംസ് ഉണ്ടെന്ന് ചോദ്യമുണ്ട്. H2O എന്ന് പറയുമ്പോൾ എത്ര ആറ്റംസ് ഉണ്ട് ഒരു മോളിക്യൂളിനകത്ത്? ഹൈഡ്രജൻ 2 എണ്ണം, ഓക്സിജൻ 1 എണ്ണം. അതായത് 3 ആറ്റംസ് ആണ് ഒരു മോളിക്യൂളിനകത്തുള്ളത്. അപ്പൊ 10 ടൈംസ് Na. ഇത്രയും മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ 3 into 10 Na. ഇത്രയും ആറ്റംസ് ഉണ്ടായിരിക്കും അല്ലെ? ഇത്രയും ആറ്റംസ് ഈ ഒരു സാമ്പിളിനകത്തുണ്ട്. അപ്പൊ 3 into 10 30 Na ആയിരിക്കും നമ്പർ ഓഫ് ആറ്റംസ്. അത് നമുക്ക് ഇവിടെ എഴുതാം. അങ്ങനെ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഓരോ സാമ്പിളിലും ഉള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണിത്, നമ്പർ ഓഫ് ആറ്റംസ് ഇത്. അങ്ങനെ ഞാനൊരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ആൻസർ ചെയ്ത് എളുപ്പമുണ്ട്. ഇനി നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ ആണ് എഴുതേണ്ടത്. അപ്പൊ ഏറ്റവും ചെറുത് തൊട്ട് തുടങ്ങണം. 1, പിന്നെ വന്നത് 2, ആ ബി ആണ് സാമ്പിൾ ബി. പിന്നെ 3 എന്ന് പറയുന്നത് സാമ്പിൾ സി ആണ്. പിന്നെ 1, 2, 3 കഴിഞ്ഞു. പിന്നെ അടുത്ത നമ്പർ 5 ആണ്. 5 നമ്പർ ഓഫ് മോളിക്യൂൾസ് വന്നത് സാമ്പിൾ എയിലാണ്. അപ്പൊ ഇവിടെ എ. പിന്നെ അവസാനം വരുന്നത് ഇ അല്ലെ? ഏറ്റവും കൂടുതൽ മോളിക്യൂൾസ് ഉള്ളത് സാമ്പിൾ ഇയിലാണ്. ഇനി ഇതേപോലെ നമ്പർ ഓഫ് ആറ്റംസ് വെച്ച് നമ്മൾ എഴുതണം. അപ്പം അതിന്റെ ഓർഡർ കിട്ടും. ഇവിടെയും ചോദിച്ചിരിക്കുന്നത് ഇൻക്രീസിംഗ് ഓർഡർ ആണ്. അപ്പൊ ഏറ്റവും കുറവുള്ളത് എവിടെയാണെന്ന് നോക്കണം. ഏറ്റവും കുറവുള്ളത് എയിലാണ്. പിന്നെ വരുന്നത് സിയിലാണ്. പിന്നെ വരുന്നത് ഡി. അപ്പോൾ എ കഴിഞ്ഞു, സി കഴിഞ്ഞു, ഡി കഴിഞ്ഞു. പിന്നെ വരുന്നത് ബി ആണ്. പിന്നെ ഇ. അപ്പോൾ ഇതാണ് ആറ്റംസിന്റെ ഓർഡർ. അതായത് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് ആറ്റംസ്. ഈ സാമ്പിളില് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് ആറ്റംസിന്റെ ഓർഡർ ഇതാണ്. ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ ഓർഡർ ഇതാണ്. ഈ രീതിയിൽ ആൻസർ എഴുതാം. ഇനി ഈ ക്വസ്റ്റിന്റെ ലാസ്റ്റ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ബി, സി, ഡി എന്നിവയുടെ മാസ് എത്ര വീതമായിരിക്കും. അപ്പൊ ബി എന്ന് പറയുന്ന സാമ്പിള് 22.4 ലിറ്റർ ആണെങ്കിൽ 1 മോൾ അല്ലെ? ഇവിടെ തന്നിരിക്കുന്നത് 44.8 ലിറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ 2 മോൾസ് ഓഫ് അമോണിയ ആണ് ആദ്യം വന്നിരിക്കുന്നത്. 2 മോൾ ഓഫ് അമോണിയ. അപ്പൊ 1 മോൾ അമോണിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മോൾ അമോണിയ എന്ന് പറയുമ്പോൾ നൈട്രജന്റെ മാസ് 14, ഹൈഡ്രജൻ 3 എണ്ണം, അപ്പൊ 3. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 17. അതായത് 17 ഗ്രാം ആണ് 1 മോളിന്. അപ്പൊ 2 മോൾ എന്ന് പറയുമ്പോൾ 17 into 2, അതായത് 34 ഗ്രാം ആണ് അതിന്റെ മാസ് വരുന്നത്. എന്ത്? 2 മോൾ. ഈ ഒരു സാമ്പിൾ തന്നിരിക്കുന്നത് നമുക്ക് ആദ്യം മനസ്സിലാക്കിയല്ലോ ഇത് 2 മോൾ ആണെന്ന്. അപ്പൊ 2 മോൾ അമോണിയ എന്ന് പറഞ്ഞാൽ 34 ഗ്രാം ആണ്. ഇനി സാമ്പിൾ സി എന്ന് പറയുന്നത് 3 മോൾസ് ആണ് അല്ലെ? നമ്മളത് കണ്ടായിരുന്നു ആദ്യമേ. 3 മോൾസ് ഓഫ് നൈട്രജൻ ആണ്. 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ 28 ആണ്. 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 ഗ്രാം ആണ്. അപ്പൊ 3 മോൾ എന്ന് പറയുമ്പോൾ 3 into 28 എത്രയാണെന്ന് നോക്കണം. 84 ഗ്രാം ആണ് ആ ഒരു സാമ്പിളിന്റെ മാസ് എന്ന് കിട്ടും.
ഇനി ഡി, ഈ ഒരു സാമ്പിൾ 1 മോൾ H2SO4 ആണ്. അപ്പൊ 1 മോളിന്റെ മാസ് കണ്ടുപിടിച്ചാൽ മതി. ഹൈഡ്രജൻ 2 പ്ലസ് സൾഫർ 32, ഓക്സിജൻ 4 എണ്ണം, അതായത് 16 × 4 64 ആണ് ഓക്സിജൻ മാത്രം ഉള്ളത്. അപ്പൊ 64 ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 98 ഗ്രാം ആണ് മാസ്. 1 മോൾ ഓഫ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ 98 ഗ്രാം ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ് ബുക്കിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ 90 gram of water, how many molecules are present in it? What will be the total number of atoms? What will be the total number of electrons in this sample? 90 ഗ്രാം ജലത്തിൽ എത്ര തന്മാത്രകൾ ഉണ്ടാകും? ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടാകും? ഇത്രയും കണികകളിലെ ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ജലം, വാട്ടർ എന്ന് പറഞ്ഞാൽ H2O, അത് നമുക്കറിയാം. ഇനി ഇതിനകത്ത് ഇതിന്റെ മോളിക്കുലർ മാസ് എത്രയാണെന്ന് നോക്കാം. ഹൈഡ്രജൻ 2 എണ്ണം, ഓക്സിജൻ 1 എണ്ണം, അതായത് 18 ഗ്രാം ആണ്. 18 ഗ്രാമിനകത്ത് 18 ഗ്രാം H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോൾ ആണ്. 18 ആണ് മോളിക്കുലർ മാസ്. അപ്പൊ 18 ഗ്രാം H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോൾ. 1 മോൾ എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ, അത്രയും മോളിക്യൂൾസ് ആണ് ഉണ്ടാവുക, അല്ലെ? 18 ഗ്രാമില്. ഇവിടെ 90 ഗ്രാം ആണ്. 90 ഗ്രാം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 18 × 5, അതായത് 5 ടൈംസ് Na, ഇത്രയും മോളിക്യൂൾസ് ഉണ്ടായിരിക്കും, അല്ലെ? 18 × 5 ആണ് 90. അതുകൊണ്ട് 18 ഗ്രാമില് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. സോ 90 ഗ്രാമില് 5 ടൈംസ് Na, ഇത്രയും മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഇനി എത്ര ആറ്റംസ്, അതപ്പം ആദ്യത്തെ എ പാർട്ടിന്റെ ആൻസർ ആയി, 5 ടൈംസ് Na. ഇനി ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? H2O എന്ന് പറയുന്നതില് ഹൈഡ്രജൻ 2 എണ്ണം, ഓക്സിജൻ 1 എണ്ണം, അതായത് 3 ആറ്റംസ് ആണ് ഉള്ളത്. ഒരു മോളിക്യൂളിനകത്ത് തന്നെ 3 ആറ്റംസ് ഉണ്ട്. അപ്പൊ 5 ടൈംസ് Na, ഇത്രയും മോളിക്യൂൾസിനകത്ത് 3 × 5 ടൈംസ് Na, ഇത്രയും ആറ്റംസ് ഉണ്ടായിരിക്കും. 3 × 5 15. സോ 15 Na ആയിരിക്കും നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദിസ് സാമ്പിൾ. ഈ രണ്ട് ആൻസേഴ്സ് ഈസി ആയിട്ട് കിട്ടി. ഇനി ഇത്രയും കണികകളിലെ ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? അപ്പൊ ഒരു മോളിക്യൂൾ നമുക്ക് എടുക്കാം. ഒരു മോളിക്യൂൾ വാട്ടർ എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കണം. ഹൈഡ്രജൻ 2 എണ്ണം, ഓരോന്നിലും ഓരോ ഇലക്ട്രോൺ അല്ലേ ഹൈഡ്രജനിൽ, അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2. ഇനി ഓക്സിജനിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 8. സോ ടോട്ടലി 10 ഇലക്ട്രോൺസ് ആണ് ഒരു മോളിക്യൂളിനകത്തുള്ളത്, അല്ലെ? 10 ഇലക്ട്രോൺസ് ആണ് ഒരു മോളിക്യൂൾ വാട്ടറിനകത്ത് ഉള്ളത്. ഇവിടെ എത്ര മോളിക്യൂൾസ് ഉണ്ട്? അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്, അല്ലെ? ഈ സാമ്പിളിനകത്ത് 5 ടൈംസ് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. സോറി, ഇത് 90 ഗ്രാം ആണ് സാമ്പിൾ തന്നിരിക്കുന്നത്. അപ്പൊ 5 ടൈംസ് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ ഓരോ മോളിക്യൂളിലും 10 ഇലക്ട്രോൺ വെച്ച്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര കിട്ടും? 5 ടൈംസ് അവഗാഡ്രോ നമ്പർ, ഇത്രയും മോളിക്യൂൾസ് ഉണ്ട്, ഓരോന്നിലും 10 ഇലക്ട്രോൺ വെച്ച്. അപ്പൊ 5 × 10 50. 50 Na, ഇത്രയും ഇലക്ട്രോൺസ് ആണ് ഈ ഒരു സാമ്പിളിനകത്ത് ഉണ്ടായിരിക്കുക. അങ്ങനെ നമ്പർ ഓഫ് മോളിക്യൂൾസ് 5 Na, നമ്പർ ഓഫ് ആറ്റംസ് 15 Na, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദിസ് സാമ്പിൾ 50 Na. ഇതാണ് ആൻസർ. ഇനി നമുക്ക് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ആറ്റംസ് ആർ ദെയർ ഇൻ 35.5 ഗ്രാം ഓഫ് ക്ലോറിൻ? 35.5 ഗ്രാം ക്ലോറിനിൽ എത്ര ആറ്റംസ് ഉണ്ട്? അപ്പൊ ക്ലോറിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? ക്ലോറിൻ അതിന്റെ അറ്റോമിക് മാസ് 35.5 ആണ്. അതായത് 35.5 ഗ്രാം ക്ലോറിൻ എന്ന് പറഞ്ഞാൽ 1 മോൾ ആണ്. 1 മോൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര ആറ്റംസ് ഉണ്ടായിരിക്കും? അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടായിരിക്കും. ഇത് നമ്പർ ആയിട്ട് എഴുതുമ്പോൾ 6.022 × 10⁻23. ഇതാണ് ഇത്രയും ആറ്റംസ് ഉണ്ടായിരിക്കും 35.5 ഗ്രാം ക്ലോറിനിൽ.
atoms are present in 1 GAM nitrogen. Gram atomic mass. Next question ഇതാണ്. How many atoms are present in 1 GAM nitrogen? Gram atomic mass. GAM എന്ന് പറഞ്ഞാൽ gram atomic mass എന്നാണ്. ഇത് തെറ്റിക്കാൻ വേണ്ടി ചില കുട്ടികൾക്ക് ഇത് തെറ്റിപ്പോവും. ഇത് GMM ആണെന്ന് തെറ്റിദ്ധരിക്കും. ഗ്രാം മോളിക്കുലാർ മാസ് അല്ല, 1 GAM എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ആറ്റംസ്. ഒരു GAM ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോൾ ആറ്റംസ്. കണ്ടോ, ഇവിടെ എ എന്ന് കിടക്കുമ്പോൾ അത് ആറ്റംസ് ആണ്. അതേസമയം ഇവിടെ GMM ആയിരുന്നെങ്കിൽ 1 മോൾ മോളിക്യൂൾസ് ആയിരുന്നേനെ. ഇത് 1 GAM എന്ന് പറഞ്ഞാൽ 1 മോൾ ആണ്, 1 മോൾ ആറ്റംസ്. അപ്പൊ ഹൗ മെനി ആറ്റംസ് എന്ന് ചോദിച്ചാൽ 1 മോളിനകത്ത് എത്ര ഉണ്ടാവും? അവഗാഡ്രോ നമ്പർ, അത്രയും ആറ്റംസ് ഉണ്ടായിരിക്കും. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് മോൾസ് ഇൻ 400 ഗ്രാം കാൽഷ്യം കാർബണേറ്റ് CaCO3 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് ഇൻ 400 ഗ്രാം, 400 ഗ്രാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കണം. ഓരോ കാൽഷ്യത്തിൻ്റെത് 40 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാൽഷ്യം ആണല്ലോ ഇവിടെ ഉള്ളത്. അപ്പൊ 40 പ്ലസ് എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ. അപ്പൊ കാർബണിന്റെ ഇത് തന്നിട്ടുണ്ട് 12 ആണെന്ന്. ഓക്സിജൻ 3 എണ്ണം ഉണ്ട് അല്ലെ. ഓക്സിജന്റെ മാസ് 16 ആണ്. അപ്പൊ 16 ഇൻറ്റു 3, ഇവിടെ 3 ഓക്സിജൻ ഉണ്ട്, ഇൻറ്റു 3 ചെയ്യണം. 16 ഇൻറ്റു 3 48 എന്ന് കിട്ടും. അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 100 എന്ന് കിട്ടും. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻസ് 6.022 into 10⁻23. ഇത് അവഗാഡ്രോ നമ്പർ ആണ്. ദിസ് മച്ച് പാർട്ടിക്കിൾസ് ആർ കോൾഡ്. അപ്പൊ ഇത്രയും പാർട്ടിക്കിൾസ് ഉള്ളതിന് നമ്മൾ എന്ത് പറയും? 1 മോൾ എന്ന് പറയും. ഇനി 7th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ഗ്രേറ്റർ നമ്പർ ഓഫ് മോളിക്യൂൾസ്? ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഏതിനാണുള്ളതെന്ന് കണ്ടുപിടിക്കണം. 1 ലിറ്റർ ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് STP, 1 ലിറ്റർ ക്ലോറിൻ ഗ്യാസ് അറ്റ് STP, 1 ലിറ്റർ വാട്ടർ വേപ്പേഴ്സ് അറ്റ് STP. ഇതിന്റെ പ്രത്യേകത എന്താ? എല്ലാത്തിന്റെയും വോളിയം സെയിം ആണ് അല്ലെ. എല്ലാത്തിന്റെയും ടെമ്പറേച്ചറും പ്രഷറും സെയിം ആണ്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദ വോളിയം ഈസ് പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അവഗാഡ്രോസ് ലോ നമ്മൾ പഠിച്ചതാണ്. അതായത് ഇവിടെ എല്ലാവർക്കും ഒരേ വോളിയം ആണ്, ഒരേ ടെമ്പറേച്ചറും പ്രഷറും ആണ്. ദാറ്റ് മീൻസ് ഓൾ ദീസ് 3, ഈ 3 എണ്ണത്തിലും 3 സാമ്പിൾസിലും സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും. അതാണ് ആൻസർ വരുന്നത്. ബിക്കോസ് അതിന്റെ റിലേഷൻ എവിടുന്നാണ് നമ്മൾ എടുത്തത്? അവഗാഡ്രോസ് ലോയിൽ നിന്നാണ് എടുത്തത്. അനലൈസ് ദ ഗിവൺ സാമ്പിൾസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. NH3 50 gram calcium carbonate, nitrogen 14, hydrogen 1, calcium 40, oxygen 16, carbon 12. ഇങ്ങനെ അറ്റോമിക് മാസുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഫൈൻഡ് GMM ഓഫ് അമോണിയ. അമോണിയയുടെ ഗ്രാം മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം. നൈട്രജൻ്റെത് 14 ആണ്. 14 പ്ലസ് ഹൈഡ്രജൻ 3 എണ്ണം.
എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ഒരെണ്ണത്തിന് ഒരെണ്ണം, അപ്പം 3 എണ്ണത്തിന് 3 എണ്ണം. 14 + 3 എന്ന് പറയുമ്പോൾ 17. അതായത് GMM എന്ന് പറയുന്നത് 17 ഗ്രാം ആണ്. ഇനി ഫൈൻഡ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ സാമ്പിൾ ബി. നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണം. കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യത്തിന്റെ മാസ് 40, CaCO3 അല്ലെ, കാൽഷ്യത്തിന്റെ നമ്മൾ 40 എന്ന് എടുത്തു. ഇനി കാർബണിന്റെ ഇവിടെ തന്നിട്ടുണ്ട്, കാർബണിന്റെ 12 ആണെന്ന്. ഓക്സിജൻ ഒരെണ്ണത്തിന് 16, അപ്പം 3 എണ്ണത്തിന് 16 × 3 ചെയ്യുമ്പോൾ നമുക്ക് 48 എന്ന് കിട്ടും. ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ 100 എന്ന് കിട്ടും. അതായത് 100 ഗ്രാം കാൽഷ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 മോൾ ആണ്. 100 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 മോൾ. ഈ സാമ്പിളിൽ 50 ഗ്രാം ആണ് അല്ലെ, അതായത് 100ന്റെ നേരെ പകുതി. അപ്പൊ 50 ഗ്രാം കാൽഷ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഹാഫ് മോൾ. എങ്ങനെ ഈ ഹാഫ് എന്ന് കിട്ടിയത്? 100ന്റെ പകുതിയാണിത്. 100/2 ആണ് ഇങ്ങോട്ട് വന്നത്. അപ്പം 1/2 ഇങ്ങോട്ട് വന്നു മോൾ. വേറെ തരത്തിൽ പറഞ്ഞാൽ 50/100 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 1/2 എന്ന് കിട്ടും. അങ്ങനെയും ഈ ആൻസർ എടുക്കാം. അപ്പൊ 1/2 മോൾ ആണ്. ഇനി അതിനകത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ടായിരിക്കും? 1/2 അവഗാഡ്രോ നമ്പർ. ഇത്രയും മോളിക്യൂൾസ് ഉണ്ടായിരിക്കും 50 ഗ്രാം കാൽഷ്യം കാർബണേറ്റിൽ. ഇനി പറയുന്നത് ശ്രദ്ധിക്കണം, ഇവിടെ നമ്പർ ഓഫ് ആറ്റംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, നമ്പർ ഓഫ് ആറ്റംസ്. ഇനി ഒരു മോളിക്യൂൾ എടുത്തേ, ഒരു മോളിക്യൂൾ കാൽഷ്യം കാർബണേറ്റിൽ കാൽഷ്യം ഒരെണ്ണം, കാർബൺ ഒരെണ്ണം, ഓക്സിജൻ 3 എണ്ണം. അപ്പൊ ടോട്ടലി നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്? 3ഉം 2ഉം 5. 5 ആറ്റംസ് ആണ് ടോട്ടലി ഇവിടെ ഉള്ളത്. കാൽഷ്യം കാർബണേറ്റ് ഒരൊറ്റ മോളിക്യൂളിൽ 5 ആറ്റംസ് ഉണ്ട്. അപ്പൊ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് 1/2 Na ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെയായിരിക്കും? 5. കാരണം 5 ആറ്റംസ് ആണ് ഒരു മോളിക്യൂളിൽ. 5 × 1/2 Na. ഇത്രയായിരിക്കും നമ്പർ ഓഫ് ആറ്റംസ് വരുന്നത് ഇൻ ദാറ്റ് സാമ്പിൾ ബി. സാമ്പിൾ ബിയിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് 5 × 1/2 Na. ഈ 1/2 Na ആണ് ഇങ്ങോട്ട് എടുത്തത്. അപ്പൊ 5/2 Na ഇങ്ങനെ കിട്ടും. Na എന്നുള്ളത് 6.022 × 10⁻23 എന്ന് എഴുതാം. ഇതാണ് 9th ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 44.8 ലിറ്റർ ഓഫ് ഓക്സിജൻ അറ്റ് STP. 44.8 എന്നാണ് തന്നിരിക്കുന്നത്. നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താ? 22.4 ലിറ്റർ അറ്റ് STP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഗ്യാസ് ആണെങ്കിലും അത് 1 മോൾ ആയിരിക്കും. അപ്പൊ 44.8 എന്ന് പറഞ്ഞാൽ എത്രയാ? ഇതിന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 1 × 2 മോൾസ് ആയിരിക്കും. ഇനി 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അപ്പൊ 1 മോളിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പൊ 2 മോൾസിനകത്തോ അത് 2 ടൈംസ് അവഗാഡ്രോ നമ്പർ. ഇത്രയും മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഇതാണ് ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ വേർഡ് ഡയഗ്രാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 28 ഗ്രാം നൈട്രജൻ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 GAM ഗ്രാം അറ്റോമിക് മാസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ കിട്ടുന്നത്? നൈട്രജന്റെ അറ്റോമിക് മാസ് 14 ആണ് അല്ലെ. അപ്പോൾ 28 ഗ്രാം എന്ന് പറയുമ്പം ഒരു ആറ്റത്തിന് 14. അപ്പൊ 28 ഗ്രാം എന്ന് പറയുമ്പം 2 ആറ്റംസ് ആയിരിക്കും. അതായത് 2 GAM ആണ് 28 ഗ്രാമിനകത്ത് ഉള്ളത്. ആറ്റംസ് അതാണ് GAM. ഇനി ഇവിടെ ഈ പൊസിഷനിൽ എന്താ വരുന്നതെന്ന് നമ്മൾ എഴുതണം. A എന്ന് പറയുന്ന സ്ഥാനത്ത് എന്ത് വരും? ഇതിനകത്ത് എത്ര നൈട്രജൻ ആറ്റംസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. N ആറ്റംസ് അല്ലെ, നൈട്രജൻ ആറ്റംസ് എത്ര എണ്ണം ഈ 28 ഗ്രാമിനകത്ത് വരുന്നുണ്ട്? അപ്പോ നൈട്രജൻ ഒരു 14 ഗ്രാം ആണെങ്കിൽ, കാരണം 14 ആണ് അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ, 14 ഗ്രാം ആണെങ്കിൽ അതിനകത്ത് അവഗാഡ്രോ നമ്പർ അത്രയും ആറ്റംസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ 28 ഗ്രാം ആണ്. അപ്പൊ 28 ഗ്രാമിനകത്ത് എത്ര? 14ന്റെ ഡബിൾ ആണ് ഇവിടെ. അപ്പൊ 2 ടൈംസ് Na അത്രയും ആറ്റംസ് ഉണ്ടായിരിക്കും. അപ്പോൾ A എന്ന് പറയുന്ന സ്ഥാനത്ത് 2 ടൈംസ് Na എന്ന് എഴുതണം. അവഗാഡ്രോ നമ്പർ ആണ് ഈ Na എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ബി പാർട്ട്, ബി ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് എത്ര GMM ആണെന്നുള്ളത്. മോളിക്യുലാർ മാസ്, മോളിക്യൂൾ ആയിട്ടിരിക്കുമ്പം നൈട്രജൻ എപ്പോഴും N2 എന്നാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെ. N2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് 2 ആറ്റംസ് ഒന്നിച്ച് ചേർന്നിട്ടാണ് ഒരു മോളിക്യൂൾ ഉണ്ടാവുന്നത്. അപ്പം മോളിക്യുലാർ മാസ് എത്രയാണ്? 14 + 14, 2 എണ്ണം. നൈട്രജൻ ഒരാറ്റത്തിന്റെയാണ് 14. അപ്പൊ 2 നൈട്രജൻ ആറ്റംസ് വരുമ്പം 14 + 14 28 ആണ്.
അതായത് 28 ഗ്രാം നൈട്രജൻ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 GMM ആണ്. ഓക്കെ, 28 ആണ് മോളിക്കുലർ മാസ്, അതുകൊണ്ട് ഇത് 1 GMM ആണ്. ഇനി എത്ര നൈട്രജൻ മോളിക്യൂൾസ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് 28 ഗ്രാം, 28 ആണ് മോളിക്കുലർ മാസ്. ദാറ്റ് മീൻസ് 28 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോൾ നൈട്രജൻ മോളിക്യൂൾ ആണ്. ഓക്കെ, 28 മോളിക്കുലർ മാസ് ആയതുകൊണ്ട് പറയാണ് 28 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോൾ നൈട്രജൻ മോളിക്യൂൾസ്. 1 മോളിനകത്ത് എത്രയുണ്ട്? അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ഉള്ളത്. സോ ഇവിടെ സി എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പർ ആണ്. അങ്ങനെ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഈ ചാപ്റ്ററിൽ തന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. 10 എക്സ്ട്രാ ക്വസ്റ്റ്യൻസും പഠിച്ചു. SSLC, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് വീഡിയോസ് എല്ലാം ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ സബ്സ്ക്രൈബിംഗ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.